അലക്സ് ബിജു. ഞാൻ പാലാ രൂപതയിലെ കുറിച്ചിത്താന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു 4ാം വർഷ BSc നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ഡിസംബർ 28-ാം തീയതിയാണ്. ഞാൻ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പരീക്ഷ ആവാറായപ്പോൾ നല്ല പാടായിരുന്നു. പരീക്ഷ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളതും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, പരീക്ഷയ്ക്ക് എന്ത് എഴുതണം എന്നുള്ളതും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ക്രിസ്മസിന് ലീവിന് വന്നപ്പോൾ എൻ്റെ അപ്പച്ചനെ അവിടെ കൂട്ടിക്കൊണ്ട് വന്ന് തന്നെ ഉടമ്പടി എടുപ്പിക്കുകയാണ് ചെയ്തത്. ഉടമ്പടി എടുത്തിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും പത്രം കൊണ്ടുപോയി കോളേജിൽ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ കാശിരൂപവും എണ്ണയും ഉപ്പുമായിട്ടാണ് പോയത്. എണ്ണ എടുത്ത് എൻ്റെ പരീക്ഷ എഴുതാൻ പോണ പേനയിൽ ഞാൻ പുരട്ടിയിട്ടാണ് പോയത്. ഉപ്പാണെങ്കിൽ ഞാൻ പോക്കറ്റ് ഇട്ടിട്ട് എൻ്റെ ഉത്തരപേപ്പറിനകത്ത് ഇട്ടിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ ആകെ 10 പേരെ പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ബോയ്സിൽ ആകെപ്പാടെ പാസ്സായത് ഞാനായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോട് തന്നെ റിസൾട്ട് പാസ്സായി. ഞാൻ സെക്കൻഡ് ഇയർ പാസ്സായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഓഗസ്റ്റ് മാസം ഒരു 2024 ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് ഒരു പനി ഉണ്ടാവുകയും അതേ തുടർന്ന് തളർച്ച അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ ആശുപത്രിയിൽ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡെങ്കു ആണെന്ന് പറഞ്ഞു. ഡെങ്കു എന്ന് പറഞ്ഞത് തന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഇവിടെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും ഡെങ്കു പോസിറ്റീവാണ് കാണിച്ചത്. പക്ഷേ ഡെങ്കുവിൻ്റെ ലക്ഷണങ്ങളൊന്നും അല്ലായിരുന്നു. എനിക്ക് എണീറ്റ് നിൽക്കാൻ പറയാൻ ഞാൻ തളർന്ന് വീഴുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ ഡോക്ടറിനെ പിന്നെയും ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഗില്ലൻ ബാരി സിൻഡ്രം എന്ന് പറയുന്ന 1,00,000 ഒരാൾക്ക് വരുന്ന ഒരു റെയർ ഡിസീസാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ശരീരം മൊത്തം തളർന്നു പോകുമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് കാരിത്താസിലേക്കോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കോ മാറ്റിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ എത്രയും പെട്ടെന്ന് കാരിത്താസിൽ കൊണ്ടുവന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഗില്ലൻ ബാരി സിൻഡ്രം എന്ന് പറയുന്ന അസുഖമാണെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തൊരു അസുഖമാണ്. മാനേജ്മെൻറ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് 5 ദിവസത്തെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ ചിലവേറിയ ഒരു ചികിത്സയാണ് ഇതിനുള്ളത്. അതിന് 3,50,000 രൂപ ഇഞ്ചക്ഷന് തന്നെ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാൻ മേലായിരുന്നു. 5ൻ്റെ പൈസ കയ്യിലായിരിക്കുന്ന സമയമായിരുന്നു. ഉടമ്പടി എടുത്തതെന്നുള്ള ഒറ്റ ധൈര്യത്തിൽ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ അസുഖം ബാധിച്ചവർ റിക്കവറി ടൈമായിട്ട് ഒരു വർഷമേലും എടുക്കും. ഈ അസുഖത്തിൽ തിരിച്ച് തളർച്ച മാറി പഴയ പോലെ ഒന്ന് നടന്നു തുടങ്ങാനെങ്കിൽ അത്രയും ടൈം എടുക്കും കുറഞ്ഞത്. എനിക്ക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 3-ാം ദിവസം തന്നെ എൻ്റെ കൈക്കും കാലിനും ചലനം വെച്ച് തുടങ്ങി. അങ്ങനെ 5-ാം ദിവസം ഞാൻ ഇഞ്ചക്ഷൻ തീർന്നു കഴിഞ്ഞപ്പോൾ എണീറ്റ് നിൽക്കാനും പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങി. കൃത്യം 1 മാസം കൊണ്ട് എനിക്ക് പഴയ പോലെ നടക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 മാസം കൊണ്ട് തിരിച്ച് കോളേജിലേക്ക് പോയി. അമ്മ എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എൻ്റെ 2ാം ജന്മം തന്നെയാണിത്. ഈ അസുഖം ബാധിച്ച് കൂടുതൽ പേര് മരിച്ചു പോയിട്ടാണുള്ളത്. ഇത് 10 പേരിൽ 8 പേരെങ്കിലും മരിച്ചു പോയിട്ടുണ്ട്. ബാക്കി 2 പേരും തളർച്ച ബാധിച്ച് വർഷങ്ങളോളം കിടപ്പിലാവുന്ന അവസ്ഥയാണ് ഈ അസുഖം ബാധിച്ച പലർക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ 5 വർഷമായിട്ടൊരു സ്ഥലം വിൽക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വിൽക്കാൻ പറ്റാതെ കിടക്കുമായിരുന്നു. ഞങ്ങളിവിടെ ഒന്ന് ഉടമ്പടി വെച്ച് അവിടെ പോയിട്ട് ഉപ്പും തൈലവും കൊണ്ട് ഞങ്ങളെ ആ സ്ഥലത്തിട്ടിരുന്നു. അങ്ങനെ ഡിസംബർ 31-നകം അത് വിറ്റ് തരണമെന്ന് മാതാവിനോട് നിയോഗം വെച്ചിരുന്നു. നവംബർ 20-ന് ആ സ്ഥലം വിറ്റ് അതിൻ്റെ ആധാരം ചെയ്തു. ഞാൻ എന്നെ കണ്ടുമുട്ടുന്ന എല്ലാവരോടും എൻ്റെ ഈ അനുഭവം ഞാൻ പറയാറുണ്ട്. എനിക്ക് പറ്റിയ അത്ഭുതം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതുപോലെ തന്നെ പത്രം കൊണ്ടുപോയി ഞാൻ കോളേജിലും അതുപോലെ എൻ്റെ കൂട്ടുകാരുടെ ഇടയിലും എല്ലാം കൊടുക്കാറുണ്ട്. ഇതെനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് അമ്മ ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് 1000 നന്ദി. അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും 1000 നന്ദി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് പിന്നെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഞാനൊരു അരമണിക്കൂർ ബൈബിൾ ഇന്നും വായിക്കാൻ അരമണിക്കൂർ സമയം ഞാൻ വൈകുന്നേരം മാറ്റി വെക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്കിവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിലും മാതാവ് എൻ്റെ കൂടെയുള്ള ഒരു അനുഭവമാണ് എനിക്കുള്ളത്. എന്ത് ചെയ്താലും എനിക്കൊരു പേടിയോ ടെൻഷനോ ഒന്നുമില്ല. നേരത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനും ഭയങ്കരമായിട്ട് ഞാൻ നെർവസ് ആകുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാ കാര്യത്തിലും മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ കാണുന്നുണ്ട്. ഞാൻ എവിടെ പോയാലും കാശിരൂപമായിട്ടാണ് പോകുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടുള്ള ഒരു സ്ഥലത്തൊന്നും എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ചീത്തയായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അനുഗ്രഹം ചെയ്യുന്ന മാതാവിനും തിരുക്കുമാരനും 1000